മഞ്ചത്തി പെണ്ണിന്റെ മുഖം ഒരു തെളിച്ചില്ലല്ലോ. ഏയ് ഒന്നുമില്ലല്ലോ. ഏയ് ഈ കക്കനോട് കള്ളം പറയല്ലേ. എന്താ മഞ്ചത്തി പെണ്ണേ? അതൊന്നുമില്ല, വരി നമുക്ക് ഭക്ഷണം കഴിക്കാം. ആ രാവിലത്തെ കാര്യം ആലോചിച്ചിട്ടേക്കൂലേ. ഏയ് അതിനൊരു പരിഹാരമായിട്ടാണ് ഈ കക്ക വന്നത് കേട്ടോ. എന്ത് പരിഹാരം? നമുക്ക് നാളെ തന്നെ നല്ലൊരു ഡോക്ടറെ കാണിക്കാൻ പോവാം. ശരിക്കും? ആ കദീസ, ശരിക്കും. ഇപ്പൊ സന്തോഷായോ? സന്തോഷായി. എന്നാ ബാ, റാഹത്തിൽ നമുക്ക് ഭക്ഷണം കഴിക്കാലോ. ഞാനെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കാക്കേ. ആദ്യം കാക്ക നടക്ക്, ഞാൻ ബാക്കിൽ വന്നോളാം. ആയിക്കോട്ടെ. പഠിച്ചോനെ, എനിക്ക് റോമൽ കൺമണിയെ തരണേ. എനിക്ക് സ്നേഹിക്കാനും എന്നെ സ്നേഹിക്കാനും ഒരു കൺമണിയെ പഠിച്ചോനെ ഇത് തരണേ. കദീസ ബാ, ഭക്ഷണം കഴിക്കാ. ആ കാക്ക ദേ വന്നു. അയില, മത്തി, ചാള. ഇതാ മീൻകാരൻ കുഞ്ഞാലിയല്ലേ? കുഞ്ഞാലിയേ, ആ ഇതാര്? നമ്മളെ കുത്തിത്തീരിപ്പ് റോസ് ചേച്ചിയോ? നീ എങ്ങോട്ടാ കുഞ്ഞാലി പോണേ? ഞാൻ കദീസ്താത്തന്റെ അടുത്തേക്കാ പോണേ. ഇന്നലെ മുതൽ അവൾ നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അതിനെന്താ റോസ് ചേച്ചിയെ, മീൻകാരെല്ലാരും കാത്തുക്കൂലേ? പക്ഷെ അവൾക്ക് നിന്നോട് എന്തോ ഒരു ഡിംഗോളിഫിക്കേഷൻ ഉള്ള പോലെ എനിക്ക് തോന്നി. റോസ് ചേച്ചി എന്തൊക്കെയാ പറയണേ? ഞാൻ സത്യമാ പറയുന്നത്, അവൾക്ക് നിന്നോട് എന്തോ ഒരു ഇഷ്ടമുണ്ട് അല്ലേ കുഞ്ഞാലി? ഒന്ന് പോ റോസ് ചേച്ചി, മാന്യമര്യാദയായിട്ട് ജീവിക്കണേ. കദീസ്താത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെയൊന്നും പറയില്ലേ. നിങ്ങൾ ഈ വർത്തമാനം പറയുന്ന നേരം കൊണ്ട് 2 മീൻ വിൽക്കാൻ സമയം കഴിഞ്ഞു. ഓ എന്നാ നീ പോടാ. ആ ഞാൻ പോയി. പിന്നൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? നിന്റെ കരീഷ്ടാറ്റ അവിടെ ഇല്ല. അതെവിടെ പോയി? രാവിലെ തന്നെ ആ ഹോസ്പിറ്റലിലേക്ക് പോണത് ഞാൻ കണ്ടു. റോസ് ചേച്ചി കള്ളം പറയില്ലിട്ടങ്ങള്. സത്യം, എനിക്കെന്തിനാ കള്ളം പറഞ്ഞിട്ട്? ഈ കദീസ്താത്തൊക്കെ എന്തേ പറ്റി? ഇന്നലെ മുതലേ മൂഡ് ഓഫ് ഉണ്ടായിരുന്നു. ചെലപ്പോ എന്തോ വയ്യാകി വന്നിട്ടുണ്ടാവും. ഏയ് വയ്യാകി ഒന്നുമല്ല. പിന്നെന്താ? അവൾക്ക് കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് ചിലപ്പോ ഡോക്ടറെ കാണിക്കാൻ പോയതായിരിക്കും. ഓ അത് നിങ്ങൾ അങ്ങനെ തീരുമാനിക്കലാ? ഇന്നലെ അത്രയ്ക്കും വലിയ ഡോസ് ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ടേ. ഇങ്ങനെയുള്ള സ്ത്രീകളെ നാട്ടിൽ നിരോധിക്കണം. നീ എന്താ പറയുന്നത്? കദീസ്താത്തൊക്കെ കുഞ്ഞുണ്ടായാലും കുഞ്ഞില്ലെങ്കിലും നിങ്ങൾക്കൊക്കെ എന്താണ്? അതെന്താ കുഞ്ഞാലി, അവൾക്ക് കുഞ്ഞുണ്ടാവുന്നത് നിനക്കിഷ്ടമല്ലേ? ഓ നിങ്ങളോട് സംസാരിക്കണ നേരം കൊണ്ടേ ഞാൻ പോട്ടെ. ഈ വട്ട് കേസിനോട് സംസാരിക്കാണ് നല്ലതേ. കുറച്ച് മീൻ വിൽക്കണതാ. കുഞ്ഞാലി പോവല, 2 ചാള ഇങ്ങ് എടുക്കടാ. ചാളയല്ല, നിങ്ങളെ മോന്തിൽ ഞാൻ ചളി വാരി എറിയും. നിങ്ങക്ക് മീനില്ല. കുഞ്ഞാലി, ആ കുഞ്ഞാലി തന്നെ, ഞാൻ പോയി. ഇവന് കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട്. വരുന്നുണ്ടടാ നിനക്കുള്ള പണി. എന്താണ് എന്താണ് പറഞ്ഞു തലയ്ക്കൊന്നേ? അത് മാത്രം ഒന്ന് പറഞ്ഞുതരോ സ്പീഡില്? എന്ത് റോസ് ചേച്ചി എന്ത് പണിയാ കുഞ്ഞാലിക്ക് കൊടുത്തതെന്ന്? ഈ സുലൈമാനെ അതൊന്നോള് പറഞ്ഞാ വലിയൊരു ഉപകാരേനു. ജാമിനകത്ത് തോക്കി കേറി വെടി വെക്കല്ലേ. അയച്ചിട്ടേ പ്ലീസ് അയച്ചിട്ടേ, കുഞ്ഞാലിക്ക് എന്ത് പണിയാ റോസ് ചേച്ചി കൊടുത്ത് അന്നിച്ച് പറഞ്ഞുതരുവോ? ഇല്ല അയച്ചിട്ടേ. എന്താണ് ആമിനകത്ത് പറഞ്ഞ കാര്യൊക്കെ ഉണ്ടാ? അതൊന്ന് കണ്ടിന്യൂ ചെയ്താ വല്ലാത്ത ഇബിലീസുകളെ നെയ്റ്റിങ്ങള്. ഈ കഥ തുടർന്ന് പറഞ്ഞിക്കോ. ഇജി പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞാ മതി കുഞ്ഞാലിക്ക് എന്ത് പണിയാ റോസ് ചേച്ചി കൊടുത്തതെന്ന്. അത് ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ. വല്ലാത്തൊരു അയച്ചിട്ട് എന്നത്. നമ്മളിത് എത്ര നേരം കാത്തുക്കും, ഈ ഡോക്ടർ എന്താ വരാത്തെ? വരൂ കദീസ, ഈ ക്ഷമോടെ കാത്തുക്ക്. എത്ര നേരം കാത്തുക്കണം? വീട്ടിൽ പോയിട്ട് കൊറേ പണിയുള്ളതാ. എന്റെ പണിയൊക്കെ ഒന്ന് മാറ്റി വെക്കുവളെ. കാക്കു എന്നാ ഞാൻ കാര്യം പറയട്ടെ? എന്താണ്? നമുക്ക് ഇന്നാലേ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം. ആയിക്കോട്ടെ, പുറത്തുനിന്ന് കഴിക്കാം. ഡോക്ടർ യെസ് കമ്മിങ്, അകത്തേക്ക് ഇരിക്കൂ. ഇത് കണ്ടോ കാക്കങ്ങള്? ഞാൻ കണ്ടു. നമ്മൾ എത്ര നേരം കാത്തുക്കണം? കേറ്റതോ ഇപ്പൊ വന്ന ആൾക്കാരെ. ഞാൻ കണ്ടു. ഇപ്പൊ വന്ന ആൾക്കാർക്ക് എന്താ കൊമ്പുണ്ടോ? ചെലപ്പോ എക്സ്ട്രാ എന്തെങ്കിലും പൈസ കൊടുക്കുന്നുണ്ടാവും. എന്നാലും എത്ര നേരമായി നമ്മൾ കാത്തുക്കണു? ഇത് വിട്ടാള് കദീസ, ഓരെ നോക്കി കഴിഞ്ഞാൽ നമ്മളെ കയറ്റിയേക്കും. കേറ്റില്ലെങ്കിൽ ഞാൻ ഈ വാതിൽ ചാപ്പിട്ടി പൊളിക്കും. എന്നിട്ട് എന്താ അയച്ചിട്ടേ? ഓരോ കഥക്ക് ചവിട്ടി പൊളിച്ചോ? അയച്ചിട്ടേ എന്നോട് ഞാൻ പറഞ്ഞിക്കണേ. ഇത് മൈൻഡ് ആക്കണ്ട അയച്ചിട്ടേ. അമിനത്തന്നെ വർത്താനം. ഇത് കഥ തുടര്. നാലാ വന്ന ആൾക്കാർക്ക് എന്താ പറയും പോലെ കൊമ്പുണ്ടേനെ ഓരാദ്യം കേറ്റാന്. ഞാനാണ് കദീസയുടെ സ്ഥാനത്തെങ്കിൽ 100% ആ കഥ അടിച്ചു പൊളിക്കും.
പറ്റിയേനു